കെ ബാലൻ അങ്ങനെ സ്വന്തം നിലക്ക് സംസാരിക്കാൻ അതിന് മാത്രം ധൈര്യമുള്ള ഒരാളല്ല. കാരണം അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നത് പിണറായി വിജയന് വേണ്ടിയാണ്. പിണറായി വിജയൻ്റെ പോരാളി എന്നുള്ളതാണ് കെ ബാലൻ്റെ വിശേഷണം എന്ന് പറയുന്നത്. അത് നോക്കൂ, സാധാരണഗതിയിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ എല്ലാവരും വന്ന് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാറില്ല. ഉത്തരവാദപ്പെട്ട സന്ദർഭങ്ങളിൽ മാധ്യമങ്ങളെ കാണുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ സംസ്ഥാന തലത്തിലാണെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയാണ് കാണുന്നത്, അല്ലെങ്കിൽ LDF കൺവീനർ കാണും, ജില്ലാ തലങ്ങളിൽ ജില്ലാ സെക്രട്ടറിമാർ കാണും. അത് തന്നെയും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലറായ ഒരു ഇവൻറ്റ് അല്ല ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിനെ മുൻനിർത്തിയാണ് കാണുക. കെ ബാലൻ്റെ ഓഫീസ് എന്താണ്, അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി എന്താണ്? അദ്ദേഹം നിരന്തരം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത് പിണറായി വിജയനെതിരെ വ്യക്തിപരമായി വരുന്ന വിമർശനങ്ങളെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മകൾ വീണയ്ക്ക് വേണ്ടി ഒരുപക്ഷെ മലയാള മാധ്യമങ്ങളോട് ഏറ്റവും അധികം സംസാരിച്ച ആൾ കെ ബാലനാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ സംഘടനാപരമായി പ്രത്യേകിച്ച് ഒരു റോളുമില്ല. മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. CPM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞിട്ടൊരു പദവിയില്ല. യഥാർത്ഥത്തിലുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെ, ഇപ്പോഴത്തെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കാറില്ല. വളരെ അപൂർവമായിട്ട് അവർ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ടാകാം, സെമിനാറുകളിൽ പ്രസംഗിക്കുന്നുണ്ടാകാം. മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് ബൈറ്റ് നൽകുക എന്നുള്ള പരിപാടി കോൺഗ്രസ് പോലെയോ മറ്റു പാർട്ടികൾ പോലെയോ CPM നേതാക്കന്മാർ സ്വീകരിക്കാറില്ല. പക്ഷേ ഈ മനുഷ്യൻ നിരന്തരം വന്നിട്ട് മാധ്യമങ്ങളെ കാണാറുണ്ട്. ഓൺലി ഇൻ ദിസ് കപ്പാസിറ്റി, മുൻ കേന്ദ്ര കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട്. അതിന് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായിട്ടുള്ള ബാലൻ എപ്പോഴും രംഗത്ത് വരാറുള്ളത് പിണറായി വിജയൻ്റെ നാവായിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന നോക്കൂ, UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഹോം പോർട്ട്ഫോളിയോ എടുക്കുമെന്നും ഒന്നും രണ്ടും മാറാടുകൾ ആവർത്തിക്കുമെന്നും കെ ബാലന് പറയണമെന്നുണ്ടെങ്കിൽ അത് CM ഓഫീസിൽ നിന്ന് പിണറായി വിജയനിൽ നിന്ന് ഗ്രീൻ ലൈറ്റ് കിട്ടാതെ അദ്ദേഹം അത് പറയില്ല. അതിന് മാത്രം ധൈര്യമുള്ള ആളൊന്നുമല്ല കെ ബാലൻ. അപ്പോൾ ഇത് പിണറായി വിജയന് വേണ്ടി സംസാരിച്ചതാണ്. ഞാൻ മെനിയാന്ന് പറഞ്ഞ കാര്യമാണത്. അത് ഉറപ്പിക്കുകയാണ് പിണറായി വിജയൻ ഇന്നലെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് ബാലൻ ചെയ്തത് എന്താണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. ബാലൻ കഴിഞ്ഞ കുറേ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഗോവിന്ദൻ മാഷ് അതിനെതിരാണല്ലോ എന്ന് ചോദിച്ചാൽ അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാണ് ക്രോണോളജി സമച്ചമേരൊക്കെ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ക്രോണോളജി കാണണം. ഗോവിന്ദൻ മാഷ് ഇത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞതായി വാർത്തകൾ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞതായി വാർത്തകൾ പുറത്തേക്ക് വരണമെങ്കിൽ അത് പുറത്തേക്ക് വരണം എന്ന് അവരാഗ്രഹിച്ചതുകൊണ്ടാണ്. അതെപ്പോഴാണ്? അത് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പാണ്.